CPIM നേതൃത്വത്തോടെ ഏറെ നാളായി ഇടഞ്ഞു നിൽക്കുന്ന പാർട്ടിക്കും ഏറെക്കാലമായി അനുഭവവേദനായ PK ശശി ഒടുവിൽ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. ഇതോടെ പാലക്കാട് CPIM-ഉം തമ്മിലുള്ള വിള്ളൽ പൂർണ്ണമായി. പാർട്ടിയെ അറിയിക്കാതെയാണ് രാജിയെന്നാണ് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ പ്രതികരണം. അറിയിക്കേണ്ട കാര്യമില്ലെന്നാണ് ശശി തിരിച്ചടിച്ചത്. ഇത്രയൊക്കെ ആയിട്ടും PK ശശി പാർട്ടിക്ക് അകത്തോ പുറത്തോ എന്ന് ചോദിച്ചാൽ നിലവിൽ CPIM-ലാണ് എന്നാണ് മറുപടി. കോൺഗ്രസിലോ UDF-ലോ പോകില്ലെന്നും ഇപ്പോഴും മാർക്സിസ്റ്റ് ആണെന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. പാർട്ടിക്കുള്ളിൽ എന്ന പരിവേഷത്തിൽ നിന്നുകൊണ്ട് തന്നെ റിബൽ നീക്കങ്ങൾക്കുള്ള ശ്രമത്തിലാണോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് PK ശശി എന്നതാണ് നമ്മൾ ഉയർത്തുന്ന ചോദ്യം. ബിനിൽ ലീല സാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, എന്തായാലും നേരത്തെ തന്നെ PK ശശി പോകും എന്ന കാര്യത്തിലൊക്കെ ഒരു ധാരണ നേരത്തെ തന്നെ ചർച്ചകളിൽ ഉണ്ട്. ഒടുവിൽ PK ശശി തന്നെ പുറത്തു വന്ന് അത് അഭിപ്രായം പറയുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഏറ്റവും ഒടുവിൽ ആ രാജ്യപ്രഖ്യാപനം കൂടി ഉണ്ടാകുന്നു. പക്ഷെ അപ്പോഴും പാർട്ടിയിൽ നിന്ന് ഇപ്പോഴും പുറത്തു പോയിട്ടില്ല. താൻ ഇപ്പോഴും പാർട്ടിയിൽ തന്നെയാണ് ഉള്ളത് എന്ന് പറയുന്നു. അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോഴും CPIM അംഗമാണ്, CITUവിന് ചുമതലയുണ്ട്, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അപ്പോൾ പോലും കോൺഗ്രസിലേക്കോ UDF-ലേക്കോ പോകില്ല എന്ന് ഉറച്ചു പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ആ ചോദ്യത്തിന് അർത്ഥമില്ല എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തത്. ഒടുവിൽ KTDC-യുടെ ചെയർമാൻ സ്ഥാനം കൂടി രാജിവെച്ചതോടെയാണ് അത് UDF-ലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു വിമതനായി നിൽക്കാൻ പോകുന്നു, ആ തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും പാർട്ടിയുമായി പ്രശ്നങ്ങൾ PK ശശിക്ക് ഉണ്ട് എന്ന് MV ഗോവിന്ദൻ തന്നെ തുടക്കത്തിൽ വ്യക്തമാക്കിയതാണ്. അദ്ദേഹത്തിന്റെ യാത്രക്കിടെ അത് പരസ്യമായി പറയുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ, പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ ബ്രാഞ്ചിൽ ഇരിക്കുന്നത് PK ശശി എന്നാണ് MV ഗോവിന്ദൻ ചോദിച്ചത്. നേരത്തെ പുതിയുഗ യാത്രയിൽ പങ്കെടുക്കും, പ്രതിപക്ഷ യാത്രയിൽ പങ്കെടുക്കും, കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന ഒരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരം ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ആ യാത്രയിൽ പങ്കെടുത്തില്ല. മാത്രമല്ല, കോൺഗ്രസിലേക്ക് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉറപ്പിച്ച് ഒരു മറുപടി പറയുന്നില്ല. കോൺഗ്രസ് എന്തായാലും, UDF എന്തായാലും അദ്ദേഹത്തെ UDF പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. നിലവിൽ പാലക്കാട് പാർട്ടിയുമായി CPIM-യുമായി വിയോജിച്ച് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരെ ഒപ്പം കൂട്ടി പുതിയ പാർട്ടി ഉണ്ടാക്കി പോവുകയാണോ, അല്ലെങ്കിൽ അത്തരം ചർച്ചകളൊക്കെ സജീവമായി നടക്കുന്നുണ്ട്. ഇതൊക്കെ അറിയണമെങ്കിൽ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ യാത്ര അവസാനിക്കുമ്പോഴേക്കും അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നത്. നിലവിൽ അദ്ദേഹം ഈ KTDC ചെയർമാൻ സ്ഥാനം കൂടി രാജിവെച്ചതോടെയാണ് ഈ ചർച്ചകൾക്ക് ആക്കം കൂടിയത്. നിലവിൽ എന്തായാലും അദ്ദേഹം പാർട്ടിയാണെന്ന് പറയുന്നു, പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ CPIM അംഗമാണ്, ഇപ്പോഴും CITUവിന് ചുമതലയുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു തരത്തിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമൊന്നും CPIM നടത്തില്ല. കാരണം എന്തായാലും PK ശശി പോകുന്നെങ്കിൽ പോകട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് CPIM. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം പാർട്ടി നടപടി നേരിട്ടപ്പോൾ അദ്ദേഹത്തെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അപ്പോഴും സംസ്ഥാന നേതൃത്വം പറഞ്ഞത് അത്തരത്തിലൊരു നീക്കം ഇപ്പോൾ വേണ്ടതില്ല, തുടരട്ടെ, അധികം നാളുകൾ ഇല്ലല്ലോ എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം എടുത്ത നിലപാട്. പക്ഷേ പിന്നീട് പാർട്ടി സംസ്ഥാന നേതൃത്വവും ഒഴിവാക്കാം എന്ന ഒരു തരത്തിൽ ചർച്ചകളിലേക്ക് കടക്കുകയും ചെയ്തതാണ്. പ്രത്യേകിച്ച് പാലക്കാട് പാർട്ടിയുമായി വലിയ അകൽച്ച അദ്ദേഹത്തിന് വന്നു. അതിന് പിന്നാലെ ഈ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കാം എന്ന ഒരു തരത്തിലേക്ക് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുന്നു. ആ ഘട്ടത്തിലാണ് അദ്ദേഹം രാജിവെച്ച് പോകുന്നത്. എന്തായാലും അദ്ദേഹം പോയാൽ പോകട്ടെ എന്ന നിലപാട് തന്നെയാണ് CPIM-നുള്ളത്. പിടിച്ചിരുത്തേണ്ടതില്ല, അല്ലെങ്കിൽ അത്തരം ചർച്ചകൾക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ എന്തായാലും ഒരു കാഴ്ചപ്പാട് CPIM-നുള്ളത്. നിലവിൽ എന്തായാലും ആ രീതി തന്നെയാണ് മുന്നോട്ട് പോകുന്നതും. രുചീഷ്, ശരി, ബിനിൽ ലീല സാബു, എന്തായാലും ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലേക്ക്, അവസാന ഘട്ടത്തിലേക്ക്, ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ആയി ബന്ധപ്പെട്ട് കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഉടൻ തന്നെ ആ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും PK ശശിക്കും.